നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇപ്പോൾ ചെറിയ പഴങ്ങളുടെ വില അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ചെറിയ പഴങ്ങൾക്ക് വലിയ ഡിമാൻഡില്ല. അതുകൊണ്ടാണ് ഇത് ചെറിയ പഴങ്ങളുടെ വിലക്കുറവിൽ നിൽക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി നല്ല വെയിലൊക്കെ ആകുമ്പോൾ ചെറുപഴങ്ങൾക്ക് നല്ല ഡിമാൻഡുമായിരിക്കും. പ്രത്യേകിച്ച് പാളാന്തോട്ടം പോലുള്ള പഴങ്ങൾക്ക് നല്ല ഡിമാൻഡ്. ഇനിയിപ്പോൾ വൃശ്ചിക ദിവസങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഞാലിപ്പൂവിനും മറ്റും നല്ല വിലയാണ് ഇനി കിട്ടാൻ പോകുന്നത്. കർഷകരും വളരെ ശുഭപ്രതീക്ഷയിലാണ് ചെറുപഴങ്ങൾ കൃഷി ചെയ്യുന്നവർ. വീണ്ടും ഉയരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക കർഷകരും. അത് വളരെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നത്. മാസത്തിലൊക്കെ ഞാലിപ്പൂവിന് കിലോയുടെ പുറത്ത് 100 രൂപയാണ് മിക്ക കടകളിലും മിക്ക ആൾക്കാരും വാങ്ങിച്ചത്. ഇതിനു പുറമെ 18/11/2025 അഞ്ചൽ ഏറം കാർഷിക വിപണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്ന് നോക്കാം. പയർ കിലോ 70, പാവയ്ക്ക കിലോ 80, പടവലം കിലോ 45, കോവയ്ക്ക കിലോ 60, കുമ്പളം കിലോ 40, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 60, പപ്പയ കിലോ 30, മുളക് കിലോ 250, കാന്താരി വളരെയേറെ മോഹവിലയാണ് 400 രൂപ, പാഷൻ ഫ്രൂട്ട് കിലോ 70, കുക്കമ്പർ കിലോ 40, മരച്ചീനി കിലോ 25, വാഴക്കൂമ്പ് ഒരു പീസ് 8, ഇഞ്ചി കിലോ 120, നാളികേരം അവിടെ 80 രൂപയാണ്, തടിയൻകായ കിലോ 15, ചീര ചുവപ്പ് കിലോ 50, ചീര പച്ച 40, ചേന കിലോ 40, ചേമ്പ് കിലോ 60, കാച്ചിൽ കിലോ 60, കിഴങ്ങ് കിലോ 60, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ 38 മുതൽ 43 അവിടെ വില നടന്നത്, കപ്പ കിലോ 47 മുതൽ 60, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ കിലോ 15 മുതൽ 25, റോബസ്റ്റ 15 മുതൽ 20, ഞാലിപ്പൂവൻ അവിടെ നടന്നത് 40 മുതൽ 60 രൂപയാണ്. ഇത്രയും പ്രതികൂല കാലാവസ്ഥയിലും കർഷകർ ഇത്രയും വിലയിപ്പിച്ചു കൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് വേണം ആധുനിക കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കുകയും വേണം. കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായിട്ട് കൊടുത്താൽ കർഷകർക്ക് വീണ്ടും നല്ല രീതിയിൽ ഉത്സാഹം ഉണ്ടാവുകയും ചെയ്യും. നല്ല കൃഷികൾ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. കൂടം പഴങ്ങളൊക്കെ കഴിച്ചാൽ ശരീരത്തിന് ഏറ്റവും നല്ല ഊർജ്ജം നൽകുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഇത് വളരെയേറെ സഹായിക്കും. അസുഖങ്ങളുള്ളവർ വിദഗ്ധ ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ. അല്ലാത്തവർക്കും ഇത് ഡെയിലി 3-4 പഴം കഴിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. ഫാസ്റ്റ് ഫുഡായ നൂഡിൽസിന് പകരം പഴങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ